ദേവാമൃതം. നമസ്കാരം. ഈശ്വര ചിന്തകളിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ദേവാമൃതത്തിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സാഗരം അറിവിൻ്റെ സാഗരം ഗുരുസാഗരം. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. സർവലോകർക്കും നാഥനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദിവ്യമായ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഗുരുസാഗരം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുഷഡ്കത്തിൻ്റെ അടുത്ത പദ്യത്തിലേക്കാണ് നാം ഇന്ന് കടക്കുന്നത്. മഹനീയ ചരിത്രായ മമതാരഹിതാത്മനേ. മഹനീയ ചരിത്രമുള്ളവനെ. നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നു. നമുക്ക് വിശ്വാസവും ആരാധനയും ഒക്കെയുള്ള ഒരുപാട് സഹജീവികൾ ഈ ഭൂമിയിലുണ്ട്. നമുക്ക് ചില സിനിമാ നടന്മാരെ ഇഷ്ടമുണ്ട്, അവരോട് ആരാധനയുണ്ട്. അവരുടെ സിനിമ ഇറങ്ങിയാൽ നമ്മൾ തലേ ദിവസം വെളുപ്പിന് തന്നെ പോയി ക്യൂ നിന്ന് ആ സിനിമ കാണും. അവരുടെ കട്ടൗട്ടിലേക്കൊക്കെ നാം പാലഭിഷേകം ചെയ്യും. വലിയ പൂമാല കെട്ടി ബാൻഡ് മേളത്തോടുകൂടി അവരുടെ ചിത്രവും എഴുന്നള്ളിച്ചുകൊണ്ട് വഴിയിൽ തുള്ളും. ഇതൊക്കെ നാം ചെയ്യും. സിനിമാ നടന്മാരോടും കായിക താരങ്ങളോടുമൊക്കെ നമുക്ക് ഇതുപോലെയുള്ള ആരാധനയുണ്ട്. എന്നാൽ ഇവരാരെങ്കിലും നമ്മുടേതായ ഒരു അഭിപ്രായത്തിന് എതിരെ എന്തെങ്കിലും പറഞ്ഞെന്നാൽ അപ്പോൾ നിൽക്കും നമ്മുടെ ഈ ആരാധന. തിരികെ അവരെ ചീത്തവിളിയാവും. അപ്പോൾ നമ്മുടെ മുന്നിൽ നമുക്ക് എത്രത്തോളം ആരാധ്യരായിരിക്കുന്നവർ പോലും നമ്മുടെ ഉള്ളിലെ അഭിപ്രായത്തിന് എതിരായി നിലകൊണ്ടാൽ തീരാവുന്നതേ ഉള്ളൂ നമുക്ക് അവരോടുള്ള ആരാധന. അങ്ങനെയുള്ളവരൊക്കെ എത്ര ആരാധ്യരായാലും അവരെ നമുക്ക് മഹനീയ ചരിത്രമുള്ളവർ എന്ന് വിളിക്കാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണ്? അവർക്ക് ഒരു വിഭാഗം ജനതയുടെ എതിർപ്പ് ഏൽക്കേണ്ടി വരുന്നു. കേരളത്തിൽ സവർണരെന്നും അവർണരെന്നും രണ്ട് വിഭാഗം ജനം അങ്ങോട്ടും ഇങ്ങോട്ടും ബദ്ധശത്രുക്കളായി നിന്ന കാലത്ത് അവർക്കിടയിൽ ഭഗവാൻ ശ്രീനാരായണൻ അവതരിച്ചു പ്രവർത്തിച്ചിട്ട് ഈ രണ്ടു കൂട്ടർക്കിടയിൽ നിന്ന് പോലും യാതൊരു വിധത്തിലുള്ള എതിർപ്പോ ഒരു അവഗണനയോ ശ്രീനാരായണ ഗുരുദേവന് നേരിടേണ്ടി വന്നില്ല. മാത്രവുമല്ല, അടുത്ത് പരിചയിക്കുന്നവർക്ക്, അടുത്തറിയുന്നവർക്ക് ഒരു ബഹുമാനവും അതിലൂടെ അങ്കുരം കൊള്ളുന്ന ഭക്തിയും ശ്രീനാരായണ ഗുരുദേവനോട് ഉണ്ടായിരുന്നു. കാലമേറെ ചെന്നിട്ടും വിവിധ വിശ്വാസികളായ ജനങ്ങൾക്ക് ശ്രീനാരായണ ഗുരുദേവനോടുള്ള ഈ ഉൾപ്രേമം കുറയുന്നില്ല. ഭഗവാന്റെ ജീവിതത്തിൻ്റെ ഓരോ അണുവും എടുത്തു വെച്ച് പരിശോധിച്ചാലും അത് മഹനീയ ചരിത്രമല്ലെന്ന് ഒരു ചരിത്രകാരനോ ഒരു അന്വേഷിക്കോ കണ്ടെത്താനും സാധിക്കില്ല. അത്രത്തോളം പൂർണ്ണമായ മഹനീയത മറ്റാരിലും നാം കണ്ടിട്ടുമില്ല. അങ്ങനെയുള്ള മഹനീയ ചരിത്രനായിരിക്കുന്ന ഭഗവാൻ ഗുരുഷഡ്കത്തിൽ ശിവലിംഗദാസ സ്വാമി എണ്ണിപ്പെറുക്കി വച്ചിരിക്കുന്ന പവിഴമുത്തുകൾ പോലെയുള്ള വാക്കുകളിലൊന്നാണ് ഈ മഹനീയ ചരിത്രം എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ തന്നെ മൊഴിഞ്ഞിട്ടുണ്ട്. ഭഗവാൻ എങ്ങനെയാണ് ജീവിച്ചത് എന്ന് ചോദിച്ചെന്നാൽ, നമ്മെ മാതൃകയാക്കുന്നവർക്ക് യാതൊരു വിധത്തിലുള്ള കുറവും
ഉണ്ടാകരുത് എന്ന ജാഗ്രതയോടെയാണ് ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ മനുഷ്യജന്മം ഈ ഭൂമിയിൽ ചെലവിട്ടത്. അപ്പോൾ അത്രയും ജാഗ്രത ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് മാത്രമല്ല, ഒരു ഉറുമ്പിനെ കൊണ്ടുപോലും ഇയാളൊരു ദുഷ്ടനാണ്, ഇയാൾ അറിയാതെയെങ്കിലും എന്നെ ചവിട്ടി എന്ന് പോലും പറയിപ്പിക്കാതെ ആ സാന്നിധ്യം എല്ലാവർക്കും ഈശ്വരീയമായ സാന്നിധ്യമായി അനുഭവിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഇത്രയും പൂർണ്ണത വന്ന ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ. മറ്റാർക്കും അത് സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള മഹനീയ ചരിത്രനായിരിക്കുന്ന ഭഗവാന് നമസ്കാരം ആണ് ഈ ഗുരുഷഡ്കം പറയുന്നത്. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ലക്കം പരിശോധിക്കാം. ഇന്നേക്ക് എല്ലാവർക്കും നമസ്തേ. ദേവാമൃതം